എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയയിലെ 10 ഹാപ്പിയസ്റ്റ് ജോബ് എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പ്രൊഫഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന 10 ലിസ്റ്റിൽ നിങ്ങളുടെ ജോബ് ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഓസ്ട്രേലിയയിൽ ജീവിക്കാൻ പറ്റും. ഒരു ഓസ്ട്രേലിയൻ്റെ ലൈഫിൽ ഏകദേശം 90,000 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. സർവേകൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പം ആ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ജോലികളുടെ ഒരു സർവേ എടുത്തപ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടത്. അപ്പം അത് ഏതൊക്കെയുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 10ാമത്തെ പോയിൻറ്റ്, അത് നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും, എന്നെ ഞെട്ടിച്ചു. സോ നിങ്ങൾ ഞെട്ടാൻ റെഡിയാണെങ്കിൽ ഈ ലിസ്റ്റ് കേട്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സാണ്. ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് ഇവിടെ വരാൻ സാധിക്കുക. മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. രണ്ടാമത്തത് കെയർ വർക്കേഴ്സാണ്. ഓഫ് കോഴ്സ് കെയർ വർക്കേഴ്സ് ഇവിടെ നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു ജോലിയാണ്. കാരണം ഫ്ലെക്സിബിലിറ്റിയും അത്യാവശ്യം നല്ല പേയും എല്ലാം കിട്ടുന്നുണ്ട്. മൂന്നാമത്തത് കൗൺസിലേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബുണ്ട്. അതിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. പിന്നെ ജാവ ഡെവലപ്പേഴ്സ്, നിങ്ങൾക്കറിയാം IT റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ദേ വിൽ ബി മോർ ഹാപ്പി. കാരണം മോർ സാലറി, ഷിഫ്റ്റ് ഓക്കെ, എന്നാലും സാലറി ഹൈ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. സാലറി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ന്യൂട്രീഷനിസ്റ്റ് കേട്ടോ, അത് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു കോഴ്സാണ്. നിങ്ങൾക്ക് ആ ഒരു കോഴ്സൊക്കെ എടുത്തിട്ട് ഇവിടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസിങ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ സ്ക്രീൻ പ്രൊഡ്യൂസേഴ്സ്, അതിനും നല്ല ഒരു സ്കോപ്പുണ്ട്, അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്. സിസ്റ്റം അനലിസ്റ്റ്, ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു IT റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. സാലറിയും ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ടൂർ ഗൈഡ്സ് ആണ് കേട്ടോ. ടൂർ ഗൈഡ്സ്, ഓസ്ട്രേലിയ ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്. സോ ടൂർ ഗൈഡ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ് ഇവിടെ. അപ്പോൾ അവർക്ക് ഇവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ കോൺസിയേഴ്സ്, ആ ഒരു സാധനം ഞാനിവിടെ സ്ക്രീനിലിടാം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതാണ്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് അതും ടൂറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ജോബാണ്. അത് ആളുകൾക്ക് നല്ലൊരു ഹോട്ടൽ റെഫർ ചെയ്യുന്നതും അവരെ ഹോട്ടലിലേക്ക് സ്റ്റേ റെഡിയാക്കുന്നതും ഫുഡ് റെഡിയാക്കുന്നതും അങ്ങനെ കുറേ ഒരു റിലേഷൻ ഉണ്ട്. അപ്പം അതും ഒരു ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ലാസ്റ്റ് ഞാൻ ഞെട്ടിപ്പോയൊരു പോയിൻ്റാണ്, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇവിടെ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് സംടൈംസ്, ബട്ട് ചില നല്ല അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും സബ്സ്ക്രൈബർ ലിസ്റ്റും ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ഹാപ്പിയാണ്. കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഹാപ്പിയാണ് എന്നാണ് ഓസ്ട്രേലിയയുടെ ഈ ഒരു സർവേയിൽ പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ അത്യാവശ്യം നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഹാപ്പി ആയിട്ട് നല്ല സാലറി അവർക്ക് സാലറി അല്ലല്ലോ, ഏർണിങ്സ് ആണല്ലോ. അവർ നല്ലൊരു ഏർണിങ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലെ ജോലികൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിലേക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഒരു ജോബോ ഒരു PR ഓപ്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ താമസിക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചറിയിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.